നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഉദ്ഘാടനത്തിന് വരാൻ പറ്റിയില്ല. ചന്ദ്രമതിയം കൊണ്ടൊന്ന് ഹോസ്പിറ്റൽ വരെ പോയി. അയ്യോ, എന്താ ചന്ദ്രമതിയമ്മയ്ക്ക് എന്താ? ശ്വാസം മുട്ടല്. വാവെടുക്കുമ്പോ പതിവാ. ഇപ്പൊ കുറച്ച് ആശ്വാസമുണ്ട്. അവളെ വീട്ടിലാക്കിയിട്ട് നേരെ ഇങ്ങ് പോന്നു. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇവിടെ നിന്ന് പിടിച്ച് കയറിക്കൊള്ളണം. ഇത് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ളൊരു വഴിയാന്നാ എന്റെ മനസ്സ് പറയുന്നത്. മാഷിന്റെ പ്രാർത്ഥനയുണ്ടാവണം കൂടെ. പ്രാർത്ഥനയും മനസ്സും ഒക്കെ എന്നും ഉണ്ടാവും. അതിനൊപ്പം എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എന്ത് സഹായവും. ഇനിയിപ്പോ കുടുംബശ്രീ മാത്രമല്ല, നമ്മുടെ ശാരദാസ് കഫേ ഉണ്ടല്ലോ, ഇടയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങാം. ചന്ദ്രമതിക്ക് തീരെ വയ്യാതാവുമ്പോ ഹോട്ടലല്ലേ ഉള്ളൂ ശരണം. നിങ്ങളൊക്കെ അല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് മക്കളായിട്ട്. ഉള്ള മക്കളെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ് കളയുന്നവരുണ്ട് കുറുപ്പ് മാഷേ. ആ, ഇല്ലാത്തവർക്കേ അതിന്റെ വില അറിയൂ. എല്ലാം ശരിയാവും. അതിനുള്ളൊരു വഴിയാ ഇപ്പൊ ഈ തെളിഞ്ഞിരിക്കുന്നത്. തലകുനിച്ച് സത്യാമ്മയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന വിഷ്ണുവും ശാലിനിയും മടങ്ങി ചെല്ലുന്നത് തലയുയർത്തി നെഞ്ചു വിരിച്ചായിരിക്കണം. എന്നാ ഞാൻ പോയിട്ട് വരാം. അല്ല മാഷെ, എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. ഏയ് വേണ്ട. എന്നാ ശരി. മോളെ, വിഷ്ണുട്ടാ, എന്താ പോയിട്ട് അച്ഛനെ കണ്ടില്ലേ? കണ്ടു. അച്ഛനെ മാത്രമല്ല, എല്ലാരും കണ്ടു. വിഷ്ണുട്ടാ, എന്താ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ. എന്താണെങ്കിലും പറയേ. എന്റെ മക്കളുടെ വിയർപ്പും കണ്ണീരും ചോരയായത് ഞാൻ എന്ത് തെറ്റിട്ടാ? വിഷ്ണുട്ടനല്ലല്ലോ തെറ്റിയത്, ഞാനല്ലേ. എന്നോടല്ലേ സത്യമ്മ വീട് വിട്ട് പോവാൻ പറഞ്ഞുള്ളൂ. അപ്പോ എന്നോടൊപ്പം ഇറങ്ങിയതാ വിഷ്ണുവേട്ടൻ ചെയ്ത തെറ്റ്. ഞാൻ വിഷ്ണുവേട്ടനെയും കൂടി അപകടത്തിലാക്കിയെന്നാവും സത്യമ്മ വിചാരിക്കുന്ന. സുസ്മിത പറയും പോലെ ഒരു തട്ടുകടക്കാരന്റെ കോലത്തിലെത്തിച്ചൊന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.